നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള തെറ്റായ ചിന്തകളെയും ഈശ്വരന് വ്യക്തമായി അറിയാം. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈശ്വരൻ അറിയാം. ഇതൊന്നും അറിയാതിരിക്കാൻ ഈശ്വരന് കഴിയില്ല. അതിനാൽ നന്മയും തിന്മയും ലോകത്തെ കൂടുതൽ സുന്ദരമാവാൻ സഹായിക്കുന്നതും ലോകത്തെ നശിപ്പിക്കാൻ സഹായിക്കുന്നതും ആയ കാര്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ദുഷ്ചിന്തകൾ ചിലപ്പോഴെല്ലാം നമ്മളെ പേടിപ്പെടുത്താറുണ്ട്. അവ ഈശ്വരകോപത്തിന് ഇടയാകുമോ എന്ന് നാം സ്വാഭാവികമായും സംശയിക്കാറുമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നാം ആഗ്രഹിക്കാറുമുണ്ടാകും. എന്നാൽ അവയെ ഭയപ്പെട്ടതുകൊണ്ടോ തള്ളിക്കളഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അത് വീണ്ടും വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും. പകരം അവയെ നമ്മുടെ വിവേചന ശക്തി കൊണ്ട് വിശകലനം ചെയ്തതിന് ശേഷം തള്ളിക്കളയണം. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കയറ്റിക്കഴിഞ്ഞതിന് ശേഷം അവയെ കളയാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ചിന്തകളെയും അവ ഉയർന്നു വരുമ്പോൾ തന്നെ വിശകലനം ചെയ്ത് തള്ളിക്കളയുക എന്നതാണ്. ഉദാഹരണമായി, പല വ്യക്തികളും 25 വർഷത്തെ സമാധാനപരമായ ജീവിതത്തിന് ശേഷം ഒരു മാസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇനി ജീവിതം മുഴുവൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. 25 വർഷം താൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ചു, ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന് ശേഷവും സുഖമായി തന്നെ ജീവിക്കും എന്ന ചിന്തയെ വളർത്തുകയല്ലേ അത്തരം സാഹചര്യങ്ങളിൽ നാം ചെയ്യേണ്ടത്? മനസ്സിൽ വളർന്നു വരുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട ചിന്തകളെ തിരഞ്ഞെടുത്ത് ശക്തി നൽകി നമ്മുടെ ഉള്ളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഓരോ വ്യക്തിയും സ്വയം ചെയ്യേണ്ട കാര്യമാണ്.